ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഇന്ന് വന്നിട്ട് ഫ്രൈഡേ ഗൈഡൻസ് ആണ്, അതായത് ജൂൺ 27 എനർജിയാണ് നോക്കുന്നത്. എന്നത്തെയും പോലെ തന്നെ ഫസ്റ്റ് നിങ്ങൾ പായൽ സെലക്ഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 പിക്ചേഴ്സ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നും ഒരു എനർജി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേ എനർജി എന്താണെന്ന്, അതായത് ജൂൺ 27 ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്ക് താങ്ക് യു. പായൽ നമ്പർ 1 ഗൈഡൻസ് എന്താണ്? ലൈറ്റൻ അപ്പ്. കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി സീരിയസ് ആയിട്ടുള്ള എനർജിയിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും അങ്ങനത്തെ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സമാധാനം ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കുന്നുണ്ടാകാം, അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മുൻഗണന കൊടുക്കുന്നുണ്ടാകാം. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നിങ്ങളെ മറന്നു പോകുന്നുണ്ടാകാം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മീ ടൈം നിങ്ങൾ മിസ്സാക്കുന്നുണ്ടാകാം. അപ്പോൾ അതും ശ്രദ്ധിക്കുക. നിങ്ങളുടെ എനർജീസ് റിലീസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. എന്തെങ്കിലും സ്റ്റക്കായിട്ടുള്ള എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനായിട്ട്, ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ റുട്ടീനൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക. അത് കുറച്ച് പേരെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു ഫൺ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഇവിടെ മേക്ക് എ ഡിസിഷനാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ ഡിസിഷൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം, അതിലൊത്തിരി സ്റ്റക്കായി പോകുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ എനർജി ഫസ്റ്റ് ഒന്ന് റിലാക്സ്ഡ് ആക്കി നിർത്താനായിട്ട്, ബാലൻസ്ഡ് ആക്കി നിർത്താനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെയും ശ്രദ്ധിക്കുക. കുറച്ച് പേര് എന്തെങ്കിലും ഓവറായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്പേസിൽ, ഒരു സ്ഥലത്ത് നിങ്ങൾ എനർജി കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. അതും കുറച്ച് പേരെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഓവറായിട്ട് നിങ്ങൾ എനർജി കൊടുക്കുന്നുണ്ടാകാം ഏതെങ്കിലും ഒരു സ്പേസിൽ. അപ്പോൾ അവിടെ കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ടാണ് പറയുന്നത്. ഇവിടെ 6 ഓഫ് കപ്സും വരുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുള്ള ഒരു വിഷമമായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നിന്നിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ റിട്ടേൺ ആയിട്ട് വരുമോ ആ ഒരു പേടി, ഭയമായിരിക്കാം. അപ്പോൾ എന്താണോ നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തുന്നത് അത് അവിടെ കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരിക. കുറച്ച് പേർക്ക് വർക്ക് ലൈഫ് ബാലൻസ് ആയിരിക്കാം, നിങ്ങളുടെ വർക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹോം ഫാമിലിയും കുറച്ചൊന്ന് റിലാക്സ്ഡ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം, ചെറിയ ചെറിയ കടങ്ങൾ, എന്തെങ്കിലും അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് വറി ചെയ്യുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. അപ്പോൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് ലഭിക്കുന്നതാണ്, സൊല്യൂഷൻസ് ലഭിക്കുന്നതാണ്, ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ്. ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങളെ കറക്റ്റ് സ്പേസിലോട്ട് ഗൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുക, അതും നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള എനർജീസ് നോക്കാം. പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ ഫ്രൈഡേ എനർജി. താങ്ക് യു. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി, ഇതിലൊത്തിരി ഇമോഷണൽ എനർജിയാണ് കാണുന്നത്. ഹാർട്ട് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എനർജിയാണ് ഓവറോൾ ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ, എന്തെങ്കിലും ഒരു ന്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, എനർജി എക്സ്ചേഞ്ച്, എന്തെങ്കിലുമൊക്കെ സംഭാഷണങ്ങൾ നടക്കുന്നതായിരിക്കാം. അത് നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ട്രാവൽ ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ദൂര സ്ഥലത്താണെങ്കിൽ ചിലപ്പോൾ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിരിക്കാം, ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം കുറച്ച് പേർക്ക് ലഭിക്കുന്നുണ്ടാകുക. കുറച്ച് പേർക്ക് വാഹനമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും എന്തെങ്കിലും എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ആയിരിക്കാം, ന്യൂസ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു ലെറ്റർ, ഒരു അങ്ങനത്തെ എന്തെങ്കിലും ഒരു എനർജി വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
10 ഓഫ് വാൻഡ്സിൻ്റെ എനർജി. ഇതിലും എന്തെങ്കിലും സിറ്റുവേഷൻസ്, ടഫായിട്ടുള്ള സിറ്റുവേഷൻസ് എൻഡ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഇത് അഗെയിൻ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ അതെല്ലാം എൻഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഈ ഒരു എനർജിയിലോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടേതായിട്ടുള്ള ടൈം കണ്ടെത്താനായിട്ട് കുറച്ച് പേർക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഊർജ്ജം, നിങ്ങളുടെ എനർജി പ്രസൻറ്റ് സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യുക. ആ ഒരു സമയത്ത് എന്താണോ ആവശ്യമുള്ളത്, ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ടൈം ആണെങ്കിൽ അവിടെ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സമയത്ത് നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുക അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ബോണ്ട്, നിങ്ങളുടെ ആ ഒരു മീ ടൈം അല്ലെങ്കിൽ ആ ഒരു ഫാമിലി ടൈമിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ബോഡി ഇഷ്യൂസ്, ബാക്ക് പെയിൻ ആയിരിക്കാം, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസിലും കുറച്ചൊരു ബാലൻസിൻ്റെ എനർജി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജി, ഇതിലെന്തെങ്കിലും ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷൻ റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു അവസരം, ഓപ്പർച്യൂണിറ്റി കുറച്ച് പേർക്ക് വരുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട്, പ്രായോഗികമായിട്ട് തിങ്ക് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിൽ അബൻഡൻസസ് കൊണ്ടുവരാനായിട്ട്, പോസിറ്റീവ് എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ ബുദ്ധിശക്തി അത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. പുതിയ ഐഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കാൽക്കുലേഷൻസ്, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കാം, അത് ചിലപ്പോൾ കറക്റ്റായിട്ട് വർക്കാകുന്നതായിരിക്കാം. ആ ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയും കാണുന്നുണ്ട് ഈ ഒരു കാർഡിൽ. 2 ഓഫ് സോഡ്സ്, ഇതിലും ബാലൻസ് ആണ് കാണുന്നത്. എന്തെങ്കിലും ഒരു ടഫ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നില്ല, ഒത്തിരി നാളായിട്ട് അത് പിന്നത്തോട്ട് മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങളൊരു സറണ്ടറിലോട്ട് വരുന്നതായിട്ട്, ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഒത്തിരി ബ്യൂട്ടിഫുൾ എനർജിയാണ്. ഒൺലി തിങ് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യങ്ങൾ ബാലൻസ്ഡ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകുക. മാറ്റങ്ങൾ, ചേഞ്ചസ് നല്ലതാണെങ്കിൽ അത് ഉൾക്കൊള്ളുക. അതും കുറച്ച് പേരെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പാൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ എനർജീസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്രൈഡേ എനർജി എന്താണെന്ന്. അതായത് ജൂൺ 27 പാൽ നമ്പർ 2 സെലക്ട് ചെയ്തവർക്കുള്ള ഗൈഡൻസ് എന്താണ്. താങ്ക് യു. ഇവിടെ ഫൈൻഡ് പീസ് വിത്തിൻ, ഇവിടെ സമാധാനത്തിൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു ഊർജ്ജമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ ഫ്രസ്ട്രേഷൻ, ഇറിറ്റേഷൻ, ദേഷ്യത്തിൻ്റെ എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട്, ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. അപ്പോൾ സമാധാനം നൽകുന്ന, പീസ് നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ, ശ്രദ്ധ കൊടുക്കാനായിട്ടാണ് പറയുന്നത്. ഇവിടെ ബാക്കിൽ മേക്ക് എ ഡിസിഷൻ ആണ്. ലാപ്പിസ് ലസൂലിയുടെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഡിസിഷൻ, തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ തന്നെ അവിടെ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുക. നല്ല നല്ല അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാകാം. ചിലപ്പോൾ ഒത്തിരി സഹായം നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകാം. പക്ഷേ പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസ് വൈകാരികമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ചെറിയൊരു ബ്ലോക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈഗോ ക്ലാഷസ് ആയിരിക്കാം, ഈഗോയുടെ എനർജി വർക്കാകുന്നതായിരിക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഇവിടെ പറയുന്നത് ഗെറ്റ് ഔട്ട് ഓഫ് യുവർ ഓൺ വേ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ വില്ലനായിട്ട് മാറുന്ന ഒരു അവസരമാണ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ലൈഫ് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ പ്രസൻറ്റ് സിറ്റുവേഷൻ ഇപ്പോഴെന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് മനസ്സിലാക്കിയിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. അത് കുറേ കൂടെ സമാധാനം, പീസിൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സമാധാനം, സന്തോഷം നിങ്ങൾക്ക് ചുറ്റും തിരയുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങളുടെ ഉള്ളിൽ ഫസ്റ്റ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അവിടെ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക.
താങ്ക് യു. ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് ഒത്തിരി റിജിഡ് ആയിട്ടുള്ള എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാറാനായിട്ടുള്ള ഒരു പേടിയായിരിക്കാം, അല്ലെങ്കിൽ മാറ്റങ്ങളോട് എതിർപ്പായിരിക്കാം, ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഇമോഷണലി ഒരു ഫ്രിക്ഷൻ, ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നതുമാകാം. ഈഗോ നിങ്ങളെ പല രൂപത്തിൽ ട്രിഗർ ചെയ്യുന്നുണ്ടാകാം. ഇവിടെ എഗെയിൻ നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. കണ്ടോ, കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ചിന്തകൾ, അവിടെ കുറച്ചൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ഫോഴ്സ്, ഒത്തിരി കൺട്രോള്, മറ്റുള്ളവരുടെ ഇൻഫ്ലുവൻസിൽ വന്നിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ, ദേഷ്യത്തിൻ്റെ എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. അപ്പോൾ സ്നേഹം, കമ്പാഷൻ, കാരുണ്യം, അതിന് കുറച്ചും കൂടെ മുൻഗണന കൊടുക്കുക. അത് കുറച്ചൊരു പീസായിട്ട് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. ബാക്കിയുള്ള എനർജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൈൽ നമ്പർ 2 ഫ്രൈഡേ എനർജി. താങ്ക് യു. ഫൈവ് ഓഫ് സോഡ്സ്. ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി ടെൻഷൻ, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നുണ്ടാകാം. ഇത് ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ഈഗോ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളായിരിക്കാം, റിപ്പീറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പോൾ അത് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സമാധാനം നൽകുന്ന, പീസ് നൽകുന്ന, ഫ്രീഡം നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഓവറോൾ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ടെൻ ഓഫ് സോഡ്സ്. അഗെയിൻ എൻഡിങ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണോ എൻഡ് ചെയ്യേണ്ടത്, എന്താണോ ലെറ്റ് ഗോ ചെയ്യേണ്ടത്, അതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് ഒത്തിരി പോസിറ്റിവിറ്റി, ലൈറ്റ്, പ്രകാശം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. ചിലപ്പോൾ കുറച്ച് പേര് ഡിസിഷൻ, തീരുമാനം എടുക്കുന്നുണ്ടാകാം. നിങ്ങൾ എന്താണോ അലട്ടുന്നത്, ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിർത്തുന്നത്, ഒരു എന്താ പറയുക, സമാധാനത്തോടു കൂടി ബ്രീത്ത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു സഫോക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അത് റിലീസ് ചെയ്യാനായിട്ടും കുറച്ച് പേര്, ലെറ്റ് ഗോ ചെയ്യാനായിട്ടും, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഹീൽ ചെയ്ത് മാറ്റാനായിട്ടും കുറച്ച് പേര് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാകാം. അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി പീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പെട്ടെന്നുള്ള തീരുമാനങ്ങൾ, പെട്ടെന്നുള്ള എന്തെങ്കിലും എനർജീസ് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ്, പേപ്പേഴ്സ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജീസ് ആയിരിക്കാം. അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഒത്തിരി പോസിറ്റീവ് സിറ്റുവേഷൻസ്, കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ന്യൂസ്, ഇൻഫർമേഷൻ, പുതിയ ഐഡിയ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പെട്ടെന്ന് നോട്ട് ചെയ്യാനായിട്ട് പേപ്പറിൽ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ അത് പിന്നീട് നിങ്ങൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അത് മിസ്സായി പോകുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കുക. അതും നിങ്ങളെ പിന്നീട് അല്ലെങ്കിൽ ഇനി വരുന്ന സമയങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ബുക്സ്, നിങ്ങൾ ഒത്തിരി നാളായിട്ട് ഏതെങ്കിലും ഒരു ബുക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് റീഡ് ചെയ്യേണ്ട ടൈമാണ്. അവിടെ നിന്ന് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു എനർജിയിൽ ഹീലിംഗ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു നോളേജ്, വിസ്ഡം, അറിവ് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇത് ബുക്ക് തന്നെ ആകണം എന്നില്ല. നിങ്ങൾ കാണുന്ന, റാൻഡമായിട്ട് കാണുന്ന എന്തെങ്കിലും വീഡിയോസ് ആയിരിക്കാം, ഇൻഫർമേഷൻ ആയിരിക്കാം. അത് നിങ്ങളെ ഈ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ട ഒരു ആവശ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമാണ് ചേഞ്ചസ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട്, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കോൺവെർസേഷനും കാണുന്നുണ്ട്. ആ ഒരു വ്യക്തിയോട് തുറന്ന് പറയാനായിട്ട്, ആശയം വിനിമയം നടത്താനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകാം. പക്ഷേ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങൾക്കത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പോസിറ്റിവിറ്റി വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. എഗെയിൻ ഇവിടെ ലെറ്റ് ഗോയുടെ എനർജിയാണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പാസ്റ്റ് എനർജീസ് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളെക്കുറിച്ചിട്ട് തന്നെയുള്ള സെൽഫ് ഇമേജ് ആയിരിക്കാം, നിങ്ങളെ കാണുന്ന രീതിയായിരിക്കാം. നിങ്ങൾ ഒത്തിരി നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ടാകാം, കുറ്റപ്പെടുത്തുന്നുണ്ടാകാം. ആക്ച്വലി നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നേടിയിട്ടുണ്ടാകാം, പക്ഷേ ആ ഒരു സൈഡിലോട്ട് നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുന്നുണ്ടാകില്ല. അപ്പോൾ അവിടെ ഒരു ഹീലിംഗ് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് ഡയറക്ഷനിൽ നിങ്ങൾ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്.
അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സ്റ്റെബിലിറ്റി, ഒത്തിരി ബാലൻസ് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും റിലേഷൻഷിപ്സിൽ, വ്യക്തിബന്ധങ്ങളിൽ, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലായിരിക്കാം, കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ടീച്ചർ സ്റ്റുഡൻറ്റ് റിലേഷൻഷിപ്പിലായിരിക്കാം. അവിടെയെല്ലാം ഒത്തിരി പോസിറ്റിവിറ്റി ആഡ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ എനർജി, ഒരു ഹീലിംഗ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, ബാക്കിൽ ജസ്റ്റിസ് ആണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാകാം, ചിന്തിച്ച് ഡിസിഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ സ്നേഹം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കാരണം ഒത്തിരി കാര്യങ്ങൾ ട്രിഗർ ചെയ്യുന്ന സമയത്ത് പിന്നെയും ആ ഒരു ട്രാപ്പിലോട്ട് നിങ്ങൾ പോകാനായിട്ടുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ അവിടെ സ്നേഹം കൊണ്ടിട്ട് നിങ്ങൾ ആ ഒരു എനർജി റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ഒത്തിരി സഹായിക്കുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.